അമിത വേഗവും കൊടും വളവുകളും വാഹനപ്പെരുപ്പവും തുടങ്ങി റോഡിലെ പ്രശ്നങ്ങൾ വരെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയെ അപകടപാതയാക്കുന്നുണ്ട്. 4 പേരുടെ ജീവൻ നഷ്ടമായ ആ വഴിയിലൂടെ യാത്ര ചെയ്ത മാതൃഭൂമി ന്യൂസ് സംഘം കണ്ടതും ദൃക്സാക്ഷികളിൽ നിന്ന് കേട്ടതും AK സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിരവധി അപകടങ്ങളാണ് നടന്നത്. അതിൽ പലർക്കും ജീവൻ നഷ്ടമായി. എന്താണ് ഈ റോഡിലെ പ്രധാനപ്പെട്ട പ്രശ്നം? എവിടെയാണ് അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നത്? പരിശോധിക്കാം. കുമ്പഴ നോർത്ത് ഭാഗത്തെ ഈ റോഡ് നോക്കൂ. കണ്ടാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ അമിത വേഗമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്നലെ രാത്രി 3:30 ഒരു വാഹനം ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ച് ഈ ഭാഗത്തുകൂടി വന്ന് അപകടം നടത്തിയതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. തൊട്ട് മുമ്പ് കണ്ട അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ കാണുന്ന കാഴ്ച. ഇവിടെ ഒരു ബാരിക്കേഡ് ഇടിച്ചു തെറിപ്പിച്ച് ഈ കാണുന്ന മതിൽ തകർത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു മതിൽ കൂടി തകർത്താണ് അപകടമുണ്ടായത്. അതും ഒരാഴ്ച മുമ്പ്. ഇവിടെ തുടർമാനമായിട്ട് ഭയങ്കര സ്പീഡുമാണ്, ഭയങ്കര ആക്സിഡന്റ്. പ്രത്യേകിച്ച് ഈ ശബരിമലയുടെ സമയമായ പിന്നെ ഭയങ്കര ആക്സിഡന്റ് ആണ്. തൊട്ട് മുമ്പ് കണ്ട അപകട സ്ഥലത്ത് നിന്ന് ഒരു വളവ് തിരിഞ്ഞാൽ വീണ്ടും ഇതാണ് കാഴ്ച. ഇവിടെ അമിത വേഗമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇടതുവശം ചേർന്ന് വന്ന വാഹനം വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റി ഈ ഭാഗത്തേക്ക് വന്ന് സൈൻ ബോർഡ് വരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇത് നടന്നിട്ടും ഏതാണ്ട് ഒരാഴ്ച സമയമേ ആയിട്ടുള്ളൂ. പിന്നെയും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നമ്മുടെ പ്രിയപ്പെട്ട 4 പേർക്ക് ജീവൻ നഷ്ടമായ സ്ഥലം. അടുത്ത അപകടത്തുരുത്ത് മുറിഞ്ഞകല്ലിലെ ഈ ഭാഗമാണ്. കൊടും വളവാണ്, ഒപ്പം വെളിച്ചവുമില്ല. ക്ഷമിക്കട്ടാ, വർഷങ്ങളായിട്ട് ഈ നമ്മുടെ വാഹനം ഓടിക്കുന്നു. അപ്പം ഇന്ന് ഈ പത്തനംതിട്ടയിൽ നിന്ന് പുനലൂരേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു സംസ്ഥാന പാതയിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അപകടങ്ങൾ ഇങ്ങനെ കൂടാൻ എന്താ മനസ്സിലാക്കുന്നത്? കാര്യം വേറൊന്നുമല്ല. ഒന്ന്, നമ്മൾ ഉറക്കം കഴിഞ്ഞുള്ള ഡ്രൈവിംഗ് ആണ്. സ്ഥിരമായിട്ട് ഇവരൊന്നും രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവരല്ല. സ്വാഭാവികമായിട്ട് അവർക്ക് ഉറക്കം വരും. പത്തനംതിട്ടയിൽ നിന്ന് 40 കിലോമീറ്റർ പിന്നിട്ട് പുനലൂരിലെത്തി. പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ പരിശോധനാ സംഘത്തെ പേരിന് പോലും ഒരിടത്തും കണ്ടിട്ടില്ല. റോഡിലെ വെളിച്ചക്കുറവ്, അമിത വേഗം, നിയമം തെറ്റിച്ചുള്ള ഓട്ടം തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സ്വയം നിയന്ത്രണമുള്ള ഡ്രൈവിംഗ്, ഒപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള അതികർശനമായ പരിശോധന, ഇവയുണ്ടെങ്കിൽ മാത്രമേ നിരത്തുകളിൽ അപകടം കുറയ്ക്കാനാകൂ. പുനലൂരിൽ നിന്നും രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.